സെക്കൻഡുകൾ കൊണ്ട് 200-300 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫെറാറി കാറിനെ, ഒരു സ്പോർട്സ് കാറിനെ ഫസ്റ്റ് ഗിയറിലിട്ട് മാത്രം ഓടിച്ചാലുള്ള അവസ്ഥ എന്താണോ അതാണ് നിങ്ങൾ പലരുടെയും ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നമ്മൾ ഓണം എക്സാം കഴിഞ്ഞിട്ട് എൻ്റെ പേപ്പറൊക്കെ കിട്ടി, സ്കൂളിൽ നിന്നും പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് ഒരുപാട് മക്കളും അതുപോലത്തെ നമ്മുടെ പേരൻസ് നമ്മുടെ മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു. നേരിട്ട് കണ്ടവരുണ്ട്. അവർ പറഞ്ഞു, മാഷേ എൻ്റെ കുട്ടിക്ക് ബയോളജിയിൽ മാർക്ക് കുറവാണ്. എന്താണെന്നറിയില്ല, ഫിസിക്സിൽ മാർക്കുണ്ട്, കെമിസ്ട്രിയിലും മാത്സിലടക്കം നല്ല മാർക്കുണ്ട് പക്ഷേ എന്തോ ബയോളജിക്ക് മാർക്ക് കുറവാണ്. 1-2 മക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ഒഴിവാക്കുമായിരുന്നു. പക്ഷേ ഒരുപാട് മക്കൾക്ക് ബയോളജി എന്താ അറിയില്ല, മാർക്ക് സ്വല്പം കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. ഫിസിക്സും കെമിസ്ട്രിയും എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു, പക്ഷേ നമ്മൾ ബയോളജി പറ്റി ഇങ്ങനെയല്ല സാർ വിചാരിച്ചത് അല്ലേ, എന്നിട്ട് മാർക്ക് കുറഞ്ഞു. എൻ്റെ മക്കളോട് ആദ്യം പറയാനുള്ളത് ആ വിചാരം മാറ്റണം എന്നുള്ളതാണ്. എന്താ അങ്ങനെ? അതായത് കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ കണ്ട ബയോളജി അല്ല നിങ്ങൾ ഈ വർഷം കാണുന്ന ബയോളജി. കാരണം ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, സിലബസ് മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേണും മാറിയിട്ടുണ്ട്. നമ്മൾ ഒരു സിനാരിയോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അടുത്ത ആഴ്ച ഫിസിക്സിൻ്റെ എക്സാം അല്ലെങ്കിൽ മാത്സിൻ്റെ എക്സാം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ആഴ്ച മുതൽ അതിന് സമയം കിട്ടുന്ന സമയത്തൊക്കെ അത് പഠിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ഫിസിക്സ് എക്സാം അടുത്ത ആഴ്ച വന്നിട്ടുണ്ട്, ഇന്ന പാഠമാണ്, ലെൻസിൻ്റെ പാഠമാണ് അല്ലേ. അതങ്ങ് മനസ്സിൽ ചിന്ത ഉണ്ടായിരിക്കും, സമയം കിട്ടുന്ന സമയത്ത് ഗ്യാപ്പിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അടുത്ത ആഴ്ച ബയോളജിയുടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾ കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ചാൽ, സമയമുണ്ടല്ലോ, ശനി ഞായറൊക്കെ ഉണ്ടല്ലോ, പഠിക്കാലോ അല്ലേ, ഒന്ന് നെവറാക്കിയിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് ബയോളജിയെ കുറച്ച് കാണുന്നൊരു പ്രവണത സാധാരണ ഇപ്പോൾ മക്കളിൽ കാണുന്നുണ്ട്. ആദ്യം അതുകൊണ്ട് മാറ്റിവെക്കുക. കാരണം പുതിയ സിലബസിൽ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ബയോളജി നമ്മുടെ പണ്ടത്തെ പോലെ ചില്ലറക്കാരനല്ല, അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കണ്ടൻറ്റ് കയറി വരുന്ന, ക്വസ്റ്റ്യൻസ് കയറി വരുന്ന, നല്ല രീതിയിൽ കുട്ടികളെ ട്വിസ്റ്റ് ചെയ്ത രീതിയിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കുട്ടികളെ കുഴപ്പിക്കുന്ന ആളാണ് ബയോളജി. അപ്പോൾ നമ്മൾ സാധാരണ ഫിസിക്സും കെമിസ്ട്രിയും മാത്സൊക്കെ എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ പ്രിവിലേജ് ആർക്കും കൊടുക്കുക, ബയോളജിയും കൊടുക്കുക. ഞാനതൊക്കെ പറയുന്നത് ബയോളജിയിൽ മാർക്ക് കുറഞ്ഞ മക്കളോടാണ്. കാരണം ബയോളജി എന്ന് പറഞ്ഞാൽ ചില മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അവരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കാണാതെ പഠിക്കാനും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ ഗ്രഹിക്കാനും സാധിക്കുന്ന മക്കളാണ്. അവർക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാൽ ചില മക്കൾക്ക് ബയോളജി ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്താ, അവരുടെ മൈൻഡ് ക്രിയേറ്റീവ് മൈൻഡ്, ലോജിക്കൽ മൈൻഡാണ്. അവർക്കൊന്നും ലോജിക്ക് അപ്ലൈ ചെയ്യുന്ന മാത്സിനെ പോലത്തെ അല്ലെങ്കിൽ ഫിസിക്സിനെ പോലത്തെ ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട രീതിയിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇഷ്ടം. അവർക്ക് സ്വാഭാവിക ഫിസിക്സ് ഇഷ്ടമായിരിക്കും, അവർക്ക് ബയോളജി ദേഷ്യമായിരിക്കും. അങ്ങനത്തെ മക്കൾ സാധാരണ രീതിയിൽ ബയോളജിക്ക് മാർക്ക് കുറഞ്ഞ് കാണാറുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആരെ പഠിക്കുക, ബയോളജിയെ പഠിക്കുക. ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ കുറേ കാണാതെ പഠിക്കുന്നതിനും മാറിയിട്ട് ബയോളജിയിലും നല്ല രീതിക്കുള്ള ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളൊന്നും അല്ലെങ്കിൽ ട്യൂഷനൊന്നും എത്തുന്നിട്ടുള്ള അല്ലേ ആ നോട്ടുകൾ മാത്രം പഠിച്ചു പോകുന്ന പ്രവണത അവസാനിപ്പിക്കുക. കാരണം ബയോളജിയിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരുപാട് ഫിഗേഴ്സുകൾ അല്ലേ, ചിത്രങ്ങൾ, അതുപോലെ തന്നെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ അടയാളപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട്, അതിനെ വിശദീകരിക്കാൻ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻസിൽ ചിത്രം ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്രിസ്മസ് നമ്മുടെ ഓണം എക്സാമിൻ്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ മക്കളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ എനിക്ക് തോന്നുന്നു 3-4 ചിത്രങ്ങൾ എന്നിട്ടുണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രങ്ങൾക്ക് പ്രിവിലേജ് കൊടുക്കണം. കാരണം നമ്മൾ നോട്ട് ബുക്ക് പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നോട്ടിൽ നമ്മൾ ചിത്രം വരയ്ക്കില്ല, അത് ടെക്സ്റ്റ് ഉണ്ടല്ലോ നോക്കാമെന്ന രീതിയിൽ നമ്മൾ നോട്ട് ചെയ്താറുള്ളത് അല്ലേ. അപ്പോൾ നോട്ട് ബുക്ക് മാത്രം പഠിച്ചു പോകണമെങ്കിൽ നമ്മൾ ചിത്രം ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നല്ല തറോ ആയിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. കാരണം ടെക്സ്റ്റ് ബുക്ക് വൃത്തിക്ക് വായിച്ചാൽ ഇനി അങ്ങോട്ട് ബയോളജി നമുക്ക് വൃത്തിക്ക് നേരിടാൻ പറ്റുള്ളൂ. കാരണം ടെക്സ്റ്റിൻ്റെ പല മൂലയിൽ നിന്നും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ, നമ്മൾ ചിന്തിക്കാത്ത രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോട്ട് ബുക്ക് എഴുതാറുള്ളൂ അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് കരുതിയിട്ട് മാറ്റി വെക്കുന്ന കാര്യങ്ങൾ പോലും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയും കുട്ടികളെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയും പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഓണം എക്സാം പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവസാനം എനിക്ക് പറയാനുള്ള പോയിന്റ്, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഒരു കോഡും നിങ്ങളുടെ രീതിയിൽ മൈൻഡ് പേപ്പർ സെറ്റ് ചെയ്യുക അല്ലേ. നിങ്ങൾ ഇന്ന കാര്യം പഠിക്കുമ്പോൾ ഇന്ന കാര്യം ചെയ്തിട്ട് ഇത് പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, ഇന്ന കോഡ് ഉപയോഗിക്കാം അല്ലേ, അല്ലെങ്കിൽ ഇത് പഠിക്കാം, ഇന്ന കാര്യം ഓർത്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ രീതിക്ക് നിങ്ങളൊരു കോഡ് ഉണ്ടാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ അനിയന്മാർക്കോ അല്ലെങ്കിൽ മറ്റൊക്കെ
പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു ടീച്ചറാണെന്ന് സ്വന്തം വിചാരിച്ചുകൊണ്ട് അവർക്ക് വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന കോഡുകൾ എന്തൊക്കെ ആയിരിക്കും, അത് നിങ്ങൾ സ്വന്തമായിട്ടൊരു കോഡും ഒരു മൈൻഡ് മാപ്പും സെറ്റ് ചെയ്യുക അല്ലേ. എവല്യൂഷൻ ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ മസിൽ സെല്ല് ഇന്ന സെല്ലുകളാണുള്ളത്, അല്ലെങ്കിൽ ടിഷ്യൂ പറയുന്നു, സെല്ല് പറയുന്നു, ഇന്ന സെല്ലുകൾ ഇന്ന സെല്ല് ഇന്ന പ്രത്യേകതയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ നോട്ട് നോക്കി നിങ്ങളൊരു മൈൻഡ് മാപ്പ് വരക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ബയോളജി മക്കളെ ഒരിക്കലും പ്രശ്നക്കാരനല്ല. ഏതൊക്കെയോ മക്കൾ പരീക്ഷ കഴിഞ്ഞ് പോയിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ബയോളജിയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ് വലിച്ചു കയറുന്ന അല്ലെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ബയോളജി. കാരണം നിങ്ങൾ എന്തൊക്കെയോ ചില തെറ്റുകൾ പഠിക്കുന്ന സമയത്ത് വരുത്തിയിട്ടുണ്ട്. ഈ 4 പോയിന്റുകൾ വെച്ച് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. നോട്ടുക്ക് ഉണ്ടെങ്കിൽ നോട്ടുക്ക് വായിക്കണം, കൂടെ തന്നെ എന്ത് ചെയ്യുക, ടെക്സ്റ്റും പഠിക്കണം. മാറ്റി വെക്കുന്ന പ്രവണത മാറ്റി എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ ഇടവേളയിൽ നമ്മുടെ ബയോളജിയും കൂട്ടത്തിൽ കൂട്ടിയിട്ട് പഠിക്കുക. പിന്നെ മൈൻഡ് മാപ്പും അതുപോലെ തന്നെ നിങ്ങൾ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കണം അല്ലേ. കോഡുകളും സെറ്റ് ചെയ്ത് വെക്കുക. ഈ 4 പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബയോളജി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുള്ളത്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അതുപോലെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താണത്, ജ്യൂപോർട്ടിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ താഴെ പോകുന്ന നമ്പർ ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു മെസ്സേജ് കേട്ടോ. ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കണം പറയണമെന്ന് ഡൗട്ട് മറ്റേ തീർക്കാനൊക്കെ ഉണ്ടെങ്കിൽ നേരെ വന്നോളൂ. മുഞ്ചത് _മാസ് എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് പൊളിക്കണം. നമുക്ക് എന്ത് ഡൗട്ടിന് ചോദിച്ചോ, ഫുൾ നമ്മൾ സെറ്റ് ആക്കും. സെറ്റ്.